എല്ലാവർക്കും lifestyledisorders.com-ലേക്ക് ഹാർദവമായ സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, അമിതവണ്ണം, PCOD, കാൽമുട്ടുവേദന, പൈൽസ്, അൾസർ, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, ഫാറ്റി ലിവർ ഡിസീസ്, അനീമിയ, ലിവർ ഡിസോർഡേഴ്സ് എന്നിവയ്ക്ക് ഇന്ന് നിലവിലുള്ള ചികിത്സാ രീതികളിൽ ഏറ്റവും അനുയോജ്യമായി തിരഞ്ഞെടുക്കുന്നതിനും നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ കൂടെ തന്നെ മറ്റു ചികിത്സാ രീതികൾ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ലഭിച്ചേക്കാവുന്ന ഗുണങ്ങളും മറ്റും നിങ്ങൾക്കായി ഷെയർ ചെയ്യുകയാണ് lifestyledisorders.com എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന ലക്ഷ്യം. നമുക്കറിയാവുന്നതുപോലെ ആരോഗ്യരംഗത്ത് അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, യുനാനി എന്ന പല വിധത്തിലുള്ള ചികിത്സാ രീതികൾ ലഭ്യമാണ്. നാം പലപ്പോഴും ഏത് രോഗത്തിന് രീതിയിലുള്ള ചികിത്സയാണ് ഫലപ്രദം എന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയിൽ ചെന്നപ്പെടുകയാണ് പതിവ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു രോഗത്തിന് ഏത് രീതിയിലുള്ള ചികിത്സാ വിധിയാണ് കൂടുതൽ ഫലപ്രദമാകുകയെന്ന് നിങ്ങളോട് അറിയിക്കുകയാണ് lifestyledisorders.com എന്ന ഞങ്ങളുടെ ചാനലിൻ്റെ പ്രധാന ലക്ഷ്യം. ഉദാഹരണത്തിന് അത്രൈറ്റീസ്, പൈൽസ്, ലിവർ ഡിസോർഡേഴ്സ് എന്ന രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സയാണ് കൂടുതൽ ഫലപ്രദമെങ്കിൽ ഇൻഫെക്ഷൻ, അതുപോലെ ഫ്രാക്ചേഴ്സ്, അതുപോലെ തന്നെ ട്യൂബർകുലോസ്, പിന്നെ ആക്സിഡൻറ്റ് കേസ് മുതലായവയ്ക്കൊക്കെ അലോപ്പതി ആയിരിക്കും കൂടുതൽ ഫലപ്രദം. എന്നാൽ അലർജി, ആസ്മ, ചില ത്വക്ക് രോഗങ്ങൾ, കുട്ടികളുണ്ടാവുന്ന അസുഖങ്ങൾ, അവർക്കുണ്ടാവുന്ന രോഗങ്ങളൊക്കെ കൂടുതലും ഹോമിയോപ്പതി ആയിരിക്കും ബെറ്റർ. നിങ്ങൾ നിലവിൽ ഏത് രോഗങ്ങൾക്ക് ഏത് ചികിത്സാ രീതിയാണോ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങളുടെ രോഗങ്ങൾ കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും മരുന്നുകളുടെ അമിത ഉപയോഗം കുറച്ച് പാർശ്വഫലങ്ങൾ പരമാവധി കുറച്ചുകൊണ്ടുവരുന്നതിനും lifestyledisorders.com-ന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഏതൊരു രോഗത്തിനും ഇപ്പോൾ ചികിത്സ തേടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് രോഗികൾക്ക് നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകളിൽ 40% മാത്രമേ രോഗനിവാരണത്തിന് പലപ്പോഴും ആവശ്യമായിട്ടുള്ളൂ. ബാക്കിയുള്ളവ പലപ്പോഴും രോഗികൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് ചികിത്സകരുടെ മാർക്കറ്റിംഗ് ടെക്നിക്കിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ ഏത് ചികിത്സാ രീതികളും പിന്തുടരാനാവൂ. അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്നത് പലപ്പോഴും രോഗം കൊണ്ടായിരിക്കില്ല, മറിച്ച് അതിന് വർഷങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ അമിത ഉപയോഗത്തിൻ്റെ ഫലമായിട്ടുള്ള പാർശ്വഫലങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഇന്ന് പ്രധാനമായും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകൾ 6 മാസത്തിനുള്ളിൽ അത് ഉപയോഗിച്ചു വരുന്ന രോഗികളിൽ 10% പേർക്കെങ്കിലും പ്രമേഹം അഥവാ ഡയബറ്റീസ് ഉണ്ടാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതായത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് തുടർച്ചയായി മരുന്ന് കഴിക്കുന്ന ഒരു രോഗി പ്രമേഹ രോഗിയായി തീരുകയും പിന്നെ പ്രമേഹ രോഗത്തിന് കൂടി മരുന്നുകൾ കഴിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള രോഗികൾക്ക് കുറച്ചു കാലം അലോപ്പതി മരുന്നുകൾ കഴിച്ച് രോഗത്തിൻ്റെ സിവിറിറ്റി കുറച്ചതിന് ശേഷം അതിനോടൊപ്പം ആയുർവേദത്തിലോ മറ്റ് ചികിത്സാ വിധികളിലോ ഉള്ള എഫക്റ്റീവ് മരുന്നുകൾ സപ്പോർട്ടീവായി ഉപയോഗിച്ചുകൊണ്ട് രോഗം കൂടുതൽ നന്നായി നിയന്ത്രിക്കുന്നതിനും നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ഡോസേജും യൂസേജും കുറച്ചു കൊണ്ടുവരുന്നതിനും പാർശ്വഫലങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ്. പലപ്പോഴും രോഗികൾ ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയിൽ ചെന്നപ്പെട്ടു പോവുകയാണ് പതിവ്. ഇന്ന് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല മരുന്നുകളും ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എതിരായിട്ടാണ് എന്ന കാര്യം പലർക്കും അറിയില്ല. ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന COVID-19 അതിൻ്റെ മരണനിരക്ക് ധാരാളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് എന്താ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായി ഈ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് COVID-19 വളരെ അഡ്വൈസായിട്ട് ബാധിച്ചിട്ടുള്ളത്. മറ്റ് ചികിത്സാ രീതികളിലെ നല്ല വശങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് ചികിത്സിക്കുന്നതിനോ അല്ലെങ്കിൽ അതിലെ നല്ല വശങ്ങൾ സ്വയം മനസ്സിലാക്കി രോഗികൾക്ക് നിർദ്ദേശിക്കുന്നതിനോ ഇന്ന് ഡോക്ടർമാർ പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നതാണ് സത്യമായിട്ടുള്ള കാര്യം. അതായത് രോഗം പരമാവധി കുറയ്ക്കുന്നതിലല്ല, മറിച്ച് രോഗി എന്നും രോഗിയായി ഇരിക്കുന്നതിലാണ് ഇന്നത്തെ ചികിത്സാ രീതികളും അതിനുപയോഗിക്കുന്ന മരുന്നുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ മുന്നിൽ നിൽക്കുന്നതാണ് ഡയബറ്റീസ് അഥവാ പ്രമേഹം എന്ന രോഗം. പ്രമേഹത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ തൻ്റെ രോഗാവസ്ഥയുടെ ആരംഭത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. തുടക്കത്തിൽ ഒരു പക്ഷേ നിസ്സാര മരുന്നുകൾ കൊണ്ട് കുറച്ച് എക്സസൈസ്, ഡയറ്റിംഗ് എന്നിവ കൊണ്ട് മാറ്റിയേക്കാമായിരുന്ന ഒരു ഡിസോർഡേഴ്സിനെ 1-2 വർഷത്തെ ചികിത്സ കൊണ്ട് ഒരു ഡിസീസ് അഥവാ ഒരു നിത്യരോഗമായിട്ട് മാറ്റപ്പെടുന്നത്. ഒരു പക്ഷേ തുടക്കത്തിൽ ഇവർ കഴിക്കുന്നത് 1-2 ടാബ്ലറ്റ് ആയിരിക്കാം. 2-3 വർഷം കഴിയുമ്പോഴേക്കും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ എണ്ണം
കൂടുതലാവുകയും അതുപോലെ ഇൻസുലിൻ പോലുള്ള എടുക്കേണ്ടി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് പ്രമേഹ രംഗത്ത് ഉപയോഗിച്ചു വരുന്ന മരുന്നുകളിൽ പലതും പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്ന മരുന്നുകളാണ്. പലപ്പോഴും ഡയബറ്റീസിൻ്റെ തുടക്കം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥ ഉണ്ടായിരിക്കും. അതായത് പാൻക്രിയാസിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനവും പാൻക്രിയാസ് എന്ന ഗ്ലാൻഡിൻ്റെ പ്രവർത്തനവും സാധാരണ നിലയിലായിരിക്കും. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ, പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യഭക്ഷണങ്ങളിലൂടെ ശരീരത്തിൽ ലഭിക്കുന്ന ഷുഗർ അഥവാ ഗ്ലൂക്കോസിൻ്റെ എനർജിയായി ഉപയോഗപ്പെടുത്തുവാൻ തക്ക ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ജീവിതശൈലി മൂലം രക്തത്തിലുള്ള ഗ്ലൂക്കോസ് അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അതിൻ്റെ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എനർജിയായി മാറ്റുന്ന പ്രോസസ്സ് കുറയുന്നു. ഇത് പ്രധാനമായും ഒരു വ്യക്തിയിൽ എനർജി ഡിമാൻഡ് അഥവാ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതിനനുസരിച്ച് കോശങ്ങളുടെ പെർമെബിലിറ്റി കുറയുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല പരിഹാരം നല്ല വ്യായാമം, അതുപോലെ നല്ല ഡയറ്റിങ്ങും അതെല്ലാം തന്നെയാണ്. അതുകൊണ്ടാണ് ഡയബറ്റീസിൻ്റെ ഫസ്റ്റ് ലൈൻ മെഡിക്കേഷൻ എക്സസൈസും അതുപോലെ ഡയറ്റിങ്ങും അങ്ങനെയാണെന്ന് പറയുന്നത്. പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം ഷുഗർ ലെവൽ കൂടുന്ന പേഷ്യൻറ്റിന് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മരുന്നുകളാണ്. ഓർക്കുക, നന്നായി ഫങ്ഷൻ ചെയ്യുന്ന പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയാണ്. അങ്ങനെയുള്ള രീതിയിലായിരിക്കും. ഈ മരുന്നുകൾ തുടർച്ചയായി കഴിച്ചാൽ പിന്നെ അതില്ലാതെ പാൻക്രിയാസ് പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യുകയില്ല എന്നതാണ് സത്യം. ഇതുമൂലം തുടർച്ചയായി മരുന്നുകൾ കഴിക്കേണ്ടി വരികയെന്ന് മാത്രമല്ല, ഉപയോഗിച്ചു വരുന്ന മരുന്നുകളുടെ ഡോസേജ് എണ്ണവും കൂട്ടേണ്ടി വരുന്നു. അതായത് ഡ്രഗ് ഡിപെൻഡൻസി അല്ലെങ്കിൽ ഡ്രോപ്പ് ഡിപെൻഡൻസി എന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇന്ന് പല ഡയബറ്റിക് പേഷ്യൻറ്റിനും ഡെയിലി 3-4 മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ബ്ലഡ് ഷുഗർ നോർമൽ അല്ല എന്നുള്ളതാണ് ഈ ചികിത്സയുടെ വിരോധാഭാസം. ഇതുമൂലം ഡയബറ്റിക് പേഷ്യൻറ്റിന് ലേറ്റ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള റെറ്റിനോപ്പതി, നിഫ്രോപ്പതി, ന്യൂറോപ്പതി എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അത് ആയതുകൊണ്ട് ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റിൽ ഊന്നൽ നൽകേണ്ടത് പ്രമേഹം കൃത്യമായി നിയന്ത്രിക്കുന്നതിലാണ്, അല്ലാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി വാങ്ങി കഴിക്കേണ്ടതിലല്ല. പ്രമേഹ രോഗികൾ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകൾക്കൊപ്പം ആയുർവേദമോ ഹോമിയോ ചികിത്സാ രീതിയിലുള്ള എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ കൂടി കുറച്ച് ദിവസം സപ്പോർട്ടീവായി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ലഭിക്കാതിരുന്ന റിസൾട്ട് ഉണ്ടാകുന്നതും നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ അളവ് ഗണ്യമായി കുറച്ച് കൊണ്ടുവരുന്നതിന് സാധിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ മാറ്റി ചിന്തിക്കുമ്പോഴാണ് രോഗിക്ക് കൂടി തൻ്റെ ചികിത്സയിൽ ഒരു റോൾ ഉണ്ടാകുന്നതും തൻ്റെ ജീവിതശൈലിയിൽ മാറ്റം ഉണ്ടാകുന്നതും എന്ന വസ്തുത ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ. അല്ലാതെ ഏതെങ്കിലും ഒരു ചികിത്സാ രീതിയിൽ ചെന്ന് പെട്ടുപോകുന്നത് ബുദ്ധിയല്ല. ഞങ്ങളുടെ ആരോഗ്യ വിദഗ്ധർക്ക് അവരുടെ ഇത്രയും കാലത്തെ അനുഭവ സമ്പത്തിൽ നിന്നും ഏറ്റവും ഫലപ്രദമെന്ന് കണ്ടെത്തിയ മരുന്നുകളും ചികിത്സാ രീതികളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനും അങ്ങനെയുള്ള മരുന്നുകൾ ആവശ്യാനുസരണം കളക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിനും സാധിക്കുമെന്ന് കൂടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ lifestyledisorders.com ആരോഗ്യ വിദഗ്ധരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ www.lifestyledisorders.com. കൂടാതെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.com ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടുക.